അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനം റോമാലേഖന 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനഭാഗത്ത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് റോമാസഭയോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രാഹാമിനെ വിളിക്കുമ്പോൾ ദൈവം അബ്രാഹാമിനെ വിളിക്കാനുള്ള ഒരു കാരണമുണ്ട്. അബ്രാഹാം ശരിക്കും വിഗ്രഹാരാധന നടത്തി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കടന്നു പോകുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന അബ്രാഹാമിനെയാണ് ദൈവം വിളിക്കുന്നത്. ദൈവം വിളിച്ചത് വേറെ ഒന്നിനുമല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നിവൃത്തിയാക്കേണ്ടതിനാണ് ദൈവം വിളിച്ചത് അബ്രാഹാമിനെ. അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു, നീ ആയിരിക്കുന്ന ദേശവും നീ ആയിരിക്കുന്ന നിന്റേത് മുഴുവനും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക. ഇവിടെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. അബ്രാഹാമിനെ അറിയത്തില്ലാത്തൊരു ദേശവും അബ്രാഹാമിനെ അറിയത്തില്ലാത്ത കാര്യങ്ങളും ചെയ്യിപ്പിക്കാനാണ് കർത്താവ് വിടുന്നത്. അബ്രാഹാമിനോട് പറഞ്ഞ വാക്കുകൾ അബ്രാഹാം അതേപടി അനുസരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നത തലം എന്ന് പറയുന്നത് അനുസരണയോടുള്ള നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ വലിയൊരു തലത്തിലേക്ക് നമ്മളെ വളർത്തുവാൻ ദൈവം ഇടയാക്കും. കാരണം അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തി കൊണ്ടല്ല, വിശ്വാസം കൊണ്ടത്രേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ പ്രവൃത്തി കൂടാതെ വിശ്വാസമുണ്ടോ? വിശ്വാസം കൂടാതെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതെന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അബ്രാഹാമിനോട് ദൈവം പറഞ്ഞത് അതുപോലെ അബ്രാഹാം അനുസരിച്ചു. അബ്രാഹാമിന് ദൈവത്തോട് കൂടെ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. 25 വർഷക്കാലം ഒരു മകനെ ദൈവം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പെറുവിറുപ്പോ മടിയോ ഒന്നുമില്ലാതെ ദൈവം പറഞ്ഞ വാക്ക് അനുസരിക്കുവാൻ അബ്രാഹാം തയ്യാറായി നടന്നു. എന്നാൽ മകൻ ഉണ്ടായ ശേഷം ആ മകനെ എനിക്ക് നീ തന്നേക്കാൻ പറഞ്ഞപ്പോൾ സാറായോട് പോലും അനുവാദം ചോദിക്കാതെ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ദൈവം പറഞ്ഞതുപോലെ കൂട്ടിക്കൊണ്ടുപോയി യാഗപീഠം ഒരുക്കി മകനെ കിടത്തി വാളൂരിയപ്പോഴാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ശബ്ദം അബ്രാഹാം എന്നുള്ള വിളി അവൻ്റെ കാതുകളിൽ വന്നത്. കാരണം സ്വന്തം മകനെ യാഗം കഴിക്കാൻ മടി കാണിക്കാത്ത വിശ്വാസികളുടെ പിതാവായി വിളിക്കപ്പെട്ട അബ്രാഹാമിന്റെ വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അബ്രാഹാമിന്റെ വിശ്വാസം ആഴത്തിലുള്ള വിശ്വാസമായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ശൂന്യതയിൽ നിന്ന് സകലതും നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. തനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ ആശയ്ക്ക് യാതൊരു വഴിയും ഇല്ലാതെ ആശയോട് കൂടെ വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയെങ്കിൽ വിശ്വാസത്തിൽ എനിക്ക് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നതാണ് അബ്രാഹാമിന്റെ ദൗത്യം. അതുകൊണ്ടാണ് അബ്രാഹാം കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഞാനൊന്ന് ചോദിക്കാം, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് കാലതാമസം വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നിർത്തി നമ്മൾ മടങ്ങിപ്പോകാറുണ്ടോ? ഒരു മാസത്തെ പ്രാർത്ഥനയിൽ ആ പറഞ്ഞ അവധിക്ക് ദൈവം കാര്യങ്ങൾ നടത്തി തന്നില്ലെങ്കിൽ ഇനിയുള്ള പ്രാർത്ഥന നിർത്തി എന്ന് പറഞ്ഞ് നമ്മൾ മടങ്ങിയല്ലേ? ഇവിടെ നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ദൈവം 25 വർഷക്കാലം കാത്തിരുന്നിട്ടാണ് ഒരു മകനെ ദൈവം കൊടുത്തത്. നമ്മളോട് 1 വർഷം, 1 മാസം, 6 മാസം, 2 വർഷം എന്നൊക്കെ ആരെങ്കിലും ഡേറ്റ് പറഞ്ഞെങ്കിൽ, അതിന് കാലതാമസം വരുന്നുണ്ടെങ്കിൽ ദർശനം ഒരിക്കലും അത് നടക്കാതെ പോവുകയില്ല. ചിലപ്പോൾ അതിന് കാലതാമസം വന്നേക്കാം. ദൈവം ഒരു അരുളിപ്പാട് തന്നാൽ അത് ദൈവം നടത്തി തരാൻ വേണ്ടിയാ പറയുന്നത്. നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കണം. അബ്രഹാമിന്റെ വിശ്വാസം ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടക്കാതെ വരുന്നു. നമ്മുടെ പ്രാർത്ഥന നിർത്തരുത്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ നിർത്തരുത്, ദൈവമായിട്ടുള്ള ബന്ധം നിർത്തരുത്. പ്രാർത്ഥിച്ച് വളരണം. ഹൃദയങ്ങൾ ഒരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇന്ന് ഈ അബ്രാഹാമിന്റെ വിശ്വാസത്തിന്റെ മഹത്വം തിരിച്ചറിയുമ്പോൾ ഞങ്ങളുടെയും ജീവിതത്തിൽ ഞങ്ങളുടെ വിശ്വാസ തലങ്ങളെ ഒന്നും കൂടി വളർത്തുവാൻ, ഞങ്ങൾക്ക് നിന്നോടുള്ള ബന്ധം കൂട്ടിത്തരുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ മടുത്തു പോകാത്ത വണ്ണം ദൈവത്തോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഒരുക്കണം. കർത്താവ് തരാമെന്ന് പറഞ്ഞാൽ വാക്കുമാറ്റാത്ത ദൈവമാണ്. നടത്താമെന്ന് പറഞ്ഞാൽ അവൻ നടത്തുന്ന ദൈവമാണ്. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി ഈ വചന സന്ദേശം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി കർത്താവ് മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.